കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലവും സമഗ്രവുമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ കാണിക്കുന്ന മുൻകൈയിന് അവരെ അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് കേരളീയ സമൂഹത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനം ചെയ്തെടുക്കുക എന്നുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടിയിലൂടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചുകൊണ്ട് നടത്തിയ മാറ്റങ്ങൾ കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ ഗുണനിലവാര വർധനവും പശ്ചാത്തല സൗകര്യ വികസനങ്ങളുടെ മികവുമെല്ലാം ലോകത്തിൻ്റെ തന്നെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കാര്യമാണ്. അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ കൂടിയാണ് ഈ പുത്തൻ വൈജ്ഞാനിക സമൂഹ സൃഷ്ടിയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പ്രയോറിറ്റി നൽകിക്കൊണ്ടുള്ള സമീപനം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുന്നത്. ക്യാമ്പസുകളുടെ മതിൽക്കെട്ടുകൾക്ക് പുറത്തെ സമൂഹത്തെ കൂടി ഗുണാത്മകമായി പരിവർത്തനം ചെയ്തെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടൽ ശേഷി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകണമെന്നും ഈ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സവിശേഷമായ അറിവുകളെ പ്രയോജനപ്പെടുത്തി കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയണമെന്നും കൂടി ഈ വൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ട് നാം കാണുന്നുണ്ട്. വെറും ഒരു നോളജ് സൊസൈറ്റി എന്നുള്ള നിലയിലല്ല, ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹം, പീപ്പിൾ സെൻട്രിക് അല്ലെങ്കിൽ പീപ്പിൾ ഓറിയൻറ്റഡ് നോളജ് സൊസൈറ്റി ആയിട്ട് കേരളീയ സമൂഹത്തെ വാർത്തെടുക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിലുള്ള ആശയം. നേരത്തെ തന്നെ ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് മാറുന്നതിനുള്ള എല്ലാ ലീന സാധ്യതകളുമുള്ള ഒരു സമൂഹമാണ് കേരളത്തിൻ്റേത്. അറിവ് മൂലധനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ആർജിത മൂലധനം എന്ന് പറയുന്നത് വിജ്ഞാനം തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിൽ കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൂടി ഉദ്ഗ്രഥിച്ചുകൊണ്ട് കൃഷി, വ്യവസായം, ആരോഗ്യം ഇത്യാദി അടിസ്ഥാന മേഖലകളിലേക്ക് അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുതകുന്ന വിധത്തിലുള്ള നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കൂടി കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തിന്മുഖ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ കലാലയങ്ങളെ കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ പരിഷ്കാരങ്ങളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ വലിയ മാറ്റം ഇന്ന് നമ്മുടെ കോളേജുകളിലും സർവകലാശാലകളിലും ഇതിനകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റിസൾട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നാക് അക്രഡിറ്റേഷനിൽ A++ഉം A+ഉം A ഗ്രേഡും എല്ലാം നേടിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയുടെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള സർവകലാശാല A++ഉം മഹാത്മാഗാന്ധി സർവകലാശാലയും A++ഉം കാലിക്കറ്റും കാലടി സർവകലാശാല, കുസാറ്റ് 3 സർവകലാശാലകൾ A+ഉം നാക്കിൻ്റെ അക്രഡിറ്റേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് നേടുകയുണ്ടായി. കലാലയങ്ങളിൽ 20ഓളം കലാലയങ്ങൾ A++ ഇതിനകം നേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വളയൻ ചിറങ്ങര കോളേജ് കൂടി A++ നേടിയപ്പോൾ 20ഓളം കലാലയങ്ങൾ A++ നേടിയിരിക്കുന്നു. 31 കലാലയങ്ങൾ A+ നേടിയിരിക്കുന്നു. 53 കലാലയങ്ങൾ A++ നേടിയിരിക്കുന്നു. NIRF റാങ്കിങ്ങിൽ ആദ്യ 200 സ്ഥാനങ്ങളിൽ 42 കോളേജുകൾ കേരളത്തിൽ നിന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് 21% ഏറ്റവും മികവാർന്ന കോളേജുകൾ കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അനുദിനം എന്നോണം ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും ലോകതലത്തിൽ തന്നെയുമുള്ള
ഗുണനിലവാര പരിശോധനകളിൽ തങ്ങളുടെ ക്രെഡൻഷ്യൽസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നല്ല നിലയിൽ ഉൾക്കൊണ്ടു പോകണം എന്നുള്ള ഒരു വിനയപൂർണമായ ഒരു അഭ്യർത്ഥനയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് ഉന്നയിക്കാനുള്ളത്. നാട് നമ്മുടേതാണല്ലോ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രൊഡക്ട്സ് ആണല്ലോ നമ്മളെല്ലാവരും തന്നെ. അത് ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും മികച്ച പ്രതിഭാശാലികളായിട്ടുള്ള മനുഷ്യർ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. ഇപ്പൊ ചന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ അതിൽ 95% ശാസ്ത്രജ്ഞന്മാരും കേരളത്തിൽ പഠിച്ചു വളർന്ന പ്രതിഭകളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം നൽകിയ ശ്രീ സോമനാഥ് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാർ CET പോലെ നമ്മുടെ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കലാലയങ്ങളിലൊക്കെ പഠിച്ചു വന്നവരാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ചന്ദ്രയാൻ ദൗത്യം മാത്രമല്ല, രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ നിന്നുള്ള ദിഷണാശാലികളായിട്ടുള്ള മുൻ അലുമിനി അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നിലവിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുതാപരമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം. അതിനെ കാലാനുസാരിയായി പരിഷ്കരിക്കുക, ഇന്റർനാഷണൽ കോമ്പാറ്റബിലിറ്റിയിലേക്ക് വളർത്തുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ പുത്തൻ പരിഷ്കാരങ്ങളിലേക്ക് കടക്കുന്നത്. സാർവദേശീയ അടിസ്ഥാനത്തിൽ അന്തർദേശീയ തലത്തിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായി തന്നെയുള്ള ആ ഗുണനിലവാര വർധനയിലേക്ക് വളരുക. പ്രാപ്യതയുടെയും ലഭ്യതയുടെയും ഒക്കെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ വലിയ മുന്നേറ്റം തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് ആക്സസ് ഉണ്ട് കൂടുതലായിട്ട് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായ കോളേജുകളും കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായ അധ്യാപകരുടെ എണ്ണവും ഒക്കെ പരിശോധിച്ചാൽ കേരളമാണ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒട്ടനവധി മുന്നിൽ നിൽക്കുന്നത്. വളരെ ബഹുദൂരം മുന്നിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സാമൂഹ്യ നീതി സങ്കല്പനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സാന്നിധ്യം ഉറപ്പാക്കാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് കൂടി സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രാപ്യതയുടെയും ലഭ്യതയുടെയും ഒക്കെ മാനദണ്ഡങ്ങളിൽ നാം മുന്നിൽ നിൽക്കുന്നു. ഗുണമേന്മാ വർധനവിന്, ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റിന്, എക്സലൻസിന് ഉള്ള കുതിപ്പാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഊർജിതപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഈ ഒരു 4 വർഷക്കാലത്തിനിടയ്ക്ക് 6000 കോടി രൂപയാണ് കേരള സംസ്ഥാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേരളം മാത്രം പറയുന്നതല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ കണക്ക് കാണാൻ കഴിയും. 6000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഫലനം ആ മേഖലയിൽ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കണോമിക് റിവ്യൂവിൽ സൂചിപ്പിക്കുന്നതായ കാര്യം. 1500 കോടിയോളം രൂപ കിഫ്ബി പദ്ധതിയിലൂടെയും റൂസ പദ്ധതിയിലൂടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതവും ഉപയോഗിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും മോഡേണൈസ്ഡായ ലൈബ്രറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളും പുത്തൻ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളുമെല്ലാം ഈ ഒരു 2-3 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ കേരള സർവകലാശാലയിലും മഹാത്മാഗാന്ധി സർവകലാശാലയിലുമുള്ള സെൻട്രലൈസ്ഡ് ലാബ് കോംപ്ലക്സുകൾ രാജ്യത്തെ ഏതൊരു ലാബ് കോംപ്ലക്സുകളോടും കിടപിടിക്കാൻ കഴിവുള്ള, ഒരുപക്ഷെ ഏറ്റവും മികച്ച എന്ന് തന്നെ വിളിക്കാവുന്ന ലാബ് കോംപ്ലക്സുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം അത് അക്കാദമിക് ഗുണമേന്മ, അതിൻ്റെ കണ്ടന്റിൻ്റെ ഗുണമേന്മയിലേക്കും കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം ഉയർത്തുന്ന എല്ലാ
പ്രഹേളികകളെയും അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കണം എന്ന് വലിയ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ 3 കമ്മീഷനുകളെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മീഷനുകളെല്ലാം തന്നെ വിദഗ്ധർ നയിക്കുന്ന കമ്മീഷനുകളായിരുന്നു. ശ്യാം മേനോൻ കമ്മീഷൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവെ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള മൂർത്തമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ശ്യാം മേനോൻ അംബേദ്കർ സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ദീർഘകാലം എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തോടൊപ്പം ആ കമ്മീഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല എക്സ്പോഷറുള്ള ആളുകളായിരുന്നു. വളരെ കാതലായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. ആ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഒന്ന് കടന്നു പോയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പരീക്ഷയുടെ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണത്തിന് ഡോക്ടർ CT അരവിന്ദ് കുമാർ ചെയർമാനായിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ VC-ആണ്. അതുപോലെ നമ്മുടെ ന്യൂവാൾസിൻ്റെ സ്ഥാപക വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ NK ജയകുമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു നിയമ പരിഷ്കരണ കമ്മീഷനെയും നിയോഗിച്ചു. ഈ 3 പരിഷ്കരണ കമ്മീഷനും സമർപ്പിച്ച റിപ്പോർട്ടുകളെ ആധാരമാക്കിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ സംബന്ധിച്ച് വകുപ്പ് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പൊതുവിൽ ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് തൊഴിലന്വേഷകരായിട്ടുള്ള യുവതീ-യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക്, ദേശീയവും അന്തർദേശീയവുമായ സാധ്യതകളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടാകണം. മറുവശത്ത് ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യതയും ബിരുദ പഠനകാലത്ത് തന്നെ ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒരു വശത്ത് സാമാന്യന കുട്ടികൾ തൊഴിൽ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പലപ്പോഴും ഡിഗ്രി പഠനത്തിനൊക്കെ വരുന്നത്. മറുവശത്ത് ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പുത്തൻ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരായിട്ട് അവർ മാറണം. ഈ 2 ലക്ഷ്യങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് 4 ഇയർ UG പ്രോഗ്രാമിലും ഈ ഒരു വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് രൂപം നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്യാം മേനോൻ കമ്മീഷൻ എല്ലാം മുന്നോട്ട് വച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കരിക്കുലം ഫ്രെയിംവർക്കിന് രൂപം നൽകാൻ നമുക്ക് സാധിച്ചു. ആ കരിക്കുലം ഫ്രെയിംവർക്ക്, ഒരു മോഡൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന നിലയിൽ സർക്കാർ തയ്യാറാക്കി നൽകിയ ആ ഫ്രെയിംവർക്കിനെ ഓരോ സർവകലാശാലയും അവരവരുടെ ജൈവ സ്വഭാവം, അവരവരുടെ സവിശേഷതകൾ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കരിക്കുലം ഓരോ സർവകലാശാലകളും രൂപീകരിക്കുകയും ആ കരിക്കുലത്തിൻ്റെ ചുവട് പിടിച്ച് ഓരോ വിഷയത്തിനും സിലബസുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അക്കാദമിക് വർഷം 4 ഇയർ UG പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് തൊഴിലും മറുവശത്ത് ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളും ഇത് സംയോജിക്കുന്ന വിധത്തിൽ നമ്മുടെ ക്യാമ്പസുകളുടെ അന്തരീക്ഷത്തെ സർഗാത്മകമായ രീതിയിൽ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യം. ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്തമായിട്ടുള്ള അനുകരണമല്ല എന്നുള്ളത് സുവ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ ആധാരശിലയായിട്ട് എടുക്കുന്നത് തന്നെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളും മറ്റുമാണ്, വേദിക്കാലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് അവർ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യുക്തിബോധം, ശാസ്ത്രീയ ചിന്ത തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളും സമഗ്രമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള അടിത്തറ ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ടാണ് ബിരുദ പഠനം ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്
ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. അതുപോലെ ബിരുദ പഠനം 3 വർഷം കഴിഞ്ഞാലാണ് കേരളത്തിൽ നമ്മൾ എക്സിറ്റ് അനുവദിക്കുന്നത്. NEP പ്രകാരം 1-ാം വർഷവും 2-ാം വർഷവും എക്സിറ്റ് നൽകാണ്. 1 വർഷം കൊണ്ട് ക്യാമ്പസിൽ നിന്ന് ഒരു കുട്ടി ഒന്നും ആർജിക്കില്ല എന്നുള്ളത്, കാര്യമായ വിധത്തിൽ സമഗ്രതയിൽ ഒന്നും ആർജിക്കുന്നില്ല എന്നുള്ളത് ക്യാമ്പസ് ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പൊതുവിൽ സാധാരണമായിട്ടുള്ള അറിവുകൾ മാത്രം കൈവശമുള്ള തൊഴിൽ സേനയെ രൂപപ്പെടുത്താൻ മാത്രമേ അത് ഉതകുകയുള്ളൂ. 1-ാം വർഷം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് പുറന്തള്ളുക എന്നുള്ള ആശയം അവർക്ക് യാതൊന്നും തന്നെ കയ്യിലില്ലാത്ത അവസ്ഥയിൽ തൊഴിൽ കമ്പോളത്തിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഉണ്ടാവുക. 3-ാം വർഷം മാത്രമാണ് നമ്മൾ എക്സിറ്റ് അനുവദിക്കുന്നത്. 4-ാം വർഷവും കൂടുതൽ അറിവന്വേഷണങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള ഗവേഷണോന്മുഖ മനസ്സുള്ള കുട്ടികൾക്ക് 4-ാം വർഷവും തുടർന്നാൽ 177 ക്രെഡിറ്റുകൾ ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം നൽകുമെന്നുള്ളതാണ്. 133 ക്രെഡിറ്റുകൾ 3 വർഷം കൊണ്ട് ആർജിക്കുമ്പോൾ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഓണേഴ്സ് ബിരുദം ലഭിക്കുന്നത് കൂടുതൽ വിദഗ്ധമായ, കൂടുതൽ ആഴത്തിലുള്ള, കൂടുതൽ ഗവേഷണോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതോടുകൂടിയാണ്. ഈ പുതിയ കരിക്കുലത്തിൻ്റെ പ്രത്യേകത പ്രവൃത്തിന്മുഖ വിദ്യാഭ്യാസം അഥവാ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനാണ് അത് പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നല്ലതുപോലെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അല്ലേ? മറ്റില്ല, ചെയ്തു പഠിക്കാൻ ഏകപക്ഷീയമായിട്ടുള്ള മോണോലോഗുകൾ അതിവിരസമായിട്ട് അനുഭവപ്പെടുകയും അതിൻ്റെ ചെടിപ്പ് കുട്ടികളെ പഠനത്തിൽ നിന്ന് ആട്ടിയകറ്റാൻ വേണ്ടി മാത്രം പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം അതുകൊണ്ട് ഡയലോഗിൻ്റെ രൂപത്തിൽ ക്ലാസ് റൂമുകൾ ഡയലോജിക് ആക്കുന്ന രീതിയിലുള്ള പഠന രീതിയിലും അധ്യയന രീതിയിലും ഒക്കെ മാറ്റമുണ്ടാക്കുന്ന സമീപനമാണ് ക്യാമ്പസുകളിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് പെഡഗോജി എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്, അല്ലേ? കുട്ടികളെ പഠിപ്പിക്കുക. പെഡഗോജിക്ക് പകരം ആൻഡ്രാഗോജി എന്നുള്ള ആശയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആൻഡ്രാഗോജി മുതിർന്ന ആൾക്കാരാണല്ലോ ക്യാമ്പസുകളിൽ വരുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ടാകണം അറിവന്വേഷണത്തിന് എന്നുള്ള നിലയിൽ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥി കേന്ദ്രിതമായ കാഴ്ചപ്പാടോടുകൂടി അവർ തന്നെ അവരുടെ മൗലികതയും സവിശേഷമായിട്ടുള്ള കഴിവുകളും ഒക്കെ വികസിപ്പിക്കാനുള്ള പശ്ചാത്തല സഹായം ചെയ്യുന്ന ഫെലിസിറ്റേറ്റർമാരായിട്ടാണ്, അല്ലേ, ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളായിട്ട് മാത്രമാണ് ആര് നിൽക്കുന്നത്? അധ്യാപകർ. അപ്പോൾ ഇത് സ്കൂൾ തലത്തിൽ ഈ ഫെസിലിറ്റേറ്റർ എന്നുള്ള ആ ഒരു ധർമ്മം നല്ല നിലയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് നമ്മളെ ടീച്ചർമാരിപ്പോൾ. പക്ഷെ ആ നിലയിലേക്ക് അത് വെറും ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യമല്ല, കൂടുതൽ ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഹോംവർക്ക് ചെയ്ത് കുട്ടികൾക്കുള്ളിൽ നിന്ന് ഈ ക്യൂരിയോസിറ്റി വളർത്തുക എന്നുള്ളതാണ്. ഏതൊരു അറിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഠിതാവിൻ്റെ ക്യൂരിയോസിറ്റിയാണ്. പ്രത്യേകിച്ച് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ആകണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പഠിതാവിൻ്റെ ക്യൂരിയോസിറ്റിയെ പ്രചോദിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ അധ്യയന സമ്പ്രദായത്തെ പുതുക്കി പണിയാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മുടെ അധ്യാപകരിൽ നിക്ഷിപ്തമാക്കുന്ന തരത്തിലുള്ള വിദ്യാർത്ഥി കേന്ദ്രിത സമീപനമാണ് ഇവിടെ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിയ സ്വാതന്ത്ര്യവും സ്വാച്ഛന്ദ്യവും കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കണം, വിദ്യാർത്ഥികൾക്ക്. അതായത് അവർക്ക് അവരുടെ അഭിരുചിക്കൊത്ത കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ സുധീന്ദ്രനും ഷഫീഖും ഒക്കെ ഇവിടെ പറയും. അതായത് ഒരു കുട്ടിക്ക് ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്നുള്ളത് മുമ്പ് തീരുമാനിച്ചിരുന്നത് കോളേജാണ് എന്ന് നമുക്ക് പറയാം. അതായത് കെമിസ്ട്രിയാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ സബായിട്ട് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഏത് വിഷയങ്ങൾ പഠിക്കണം എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ച്, കോളേജ് തീരുമാനിച്ച് അത് ഏറ്റെടുക്കണം എന്നുള്ള രീതിയാണ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കൂടി വിപുലമായിട്ടുള്ള ചോയ്സ് കുട്ടികൾക്ക് ലഭ്യമാക്കണം. മേജർ, മൈനർ, ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ എന്ന രീതിയിലാണ്
കോഴ്സുകൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് തങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു ഭാഗം കൂടുതൽ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ കോഴ്സിനും കൂടി ക്രെഡിറ്റ് നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സൈദ്ധാന്തികമായ പഠനത്തിൽ ഒരുപാട് മാർക്ക് വാങ്ങി മുന്നോട്ട് വരുമ്പോഴും പല കാര്യത്തിലും കാര്യപ്രാപ്തിയോ ഇടപെടൽ ശേഷിയോ ഒന്നും ഇല്ലാതെയാണ് കുട്ടികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ ഒരു അഭിമുഖ പരീക്ഷയെ പോലും ആത്മവിശ്വാസത്തോടെ നേരിടാൻ കരുത്തില്ലാത്തവരായിട്ട് വിദ്യാർത്ഥികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് മാറ്റം സൃഷ്ടിക്കണം. അതായത് അറിവിൻ്റെ വെറും പാസീവായിട്ടുള്ള കൺസ്യൂമേഴ്സ് അല്ലാതെ ആക്റ്റീവായിട്ടുള്ള ഏജൻസായി സമൂഹത്തിലടക്കം മാറ്റമുണ്ടാക്കാൻ തങ്ങളുടെ കർത്തൃത്വ ശേഷിയെ വിനിയോഗിക്കാൻ കെൽപ്പുള്ള ആക്റ്റീവായ ഏജൻസായിട്ട് മാറാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയണം എന്നുള്ളതാണ് ഈ ഒരു മാറ്റത്തിൻ്റെ കാതലായിട്ടുള്ള വിഷയം. അപ്പോൾ കുട്ടിക്ക് ഏതിലൊക്കെ താല്പര്യമുണ്ടോ അതിനെ തിരഞ്ഞെടുക്കാനുള്ള വിപുലമായിട്ടുള്ള സാധ്യതകൾ നൽകേണ്ടതുണ്ട്. കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകേണ്ടതുണ്ട്. വർക്കിംഗ് അവേഴ്സിലടക്കം കൂടുതൽ ഫ്ലെക്സിബിലിറ്റി. ഇൻ്റർനാഷണലി നോക്കുമ്പോൾ ലോകത്ത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി അനുവദിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായ പ്രകാരം കുട്ടിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്രെഡിറ്റ് ആർജിക്കാം. ക്രെഡിറ്റ് ആർജിക്കാനുള്ള ചോയ്സ് കൂടുതലാണ്. തൊട്ടടുത്ത കോളേജിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ സർവകലാശാലയിൽ നിന്നോ ഒക്കെ ക്രെഡിറ്റ് ഇങ്ങോട്ട് ആർജിച്ച് അത് സ്വന്തം പേരിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അപ്പോൾ ആ നിലയിലുള്ള ഒരു സോഫ്റ്റ്വെയറും ഗവൺമെൻറ് വികസിപ്പിക്കുന്നുണ്ട്. കെയറീപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ വ്യത്യസ്ത വിഷയങ്ങളിൽ കോഴ്സുകൾ പഠിച്ച് അത് ആ ക്രെഡിറ്റ് ആർജിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ വിദ്യാർത്ഥിക്കും ഒരു യൂണീക്ക് ID നൽകിക്കൊണ്ട് അഡ്മിഷൻ മുതൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് പുറത്തു പോകുന്നത് വരെയുള്ള ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റിന് ഉതകുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് തയ്യാറാക്കുക. അപ്പോൾ അതിനനുസൃതമായിട്ട് ഇപ്പോഴത്തെ എല്ലാ തരത്തിലുമുള്ള സാങ്കേതിക തടസ്സങ്ങളും താമസങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം തന്നെ റെക്കോർഡ് വേഗതയിലാണ് ഈ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി സർവകലാശാലയും അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത്രയും മാധ്യമ പ്രവർത്തകരെ ഒരുമിച്ച് കാണുന്നത് കൊണ്ട് വളരെ വിനയപൂർണമായിട്ടുള്ള ഒരു അഭ്യർത്ഥന ഞാനിവിടെ വയ്ക്കുകയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അവരുടെ നിലയ്ക്ക് ചെയ്യുന്ന ചില അപാകതകളൊക്കെ വല്ലാതെ കണ്ട് പെരുപ്പിച്ച് പത്രങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നൽകുന്ന പ്രവണത പ്രദർശിപ്പിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ സർവകലാശാലകൾ കൂട്ടായ കഠിന പരിശ്രമത്തിലൂടെ നേടുന്ന നേട്ടങ്ങൾ അല്പമെങ്കിലും പരാമർശിച്ച് പോകുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന തീർച്ചയായും നിങ്ങൾ നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നല്ലോ. അതിന് കേരളത്തിലെ സർവകലാശാലകൾ ഉത്തരവാദികളെ അല്ല, ആ വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അപാകതയാണ്. അത് ലഭ്യമായ സർവകലാശാല കേരളത്തിന് വെളിയിലാണ്. പക്ഷെ അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകരാറ് എന്ന പോലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ ഇവിടെ പ്രചരിക്കുകയാണ്. നമ്മളൊക്കെ ഈ നാട്ടിലെ മനുഷ്യരല്ലേ, കേരളീയരല്ലേ. അപ്പോൾ അതിലൊരു നിഷ്പക്ഷ സ്വഭാവത്തോടെയെങ്കിലും നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തിന് പോസിറ്റീവായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനും മാധ്യമ പ്രവർത്തകർ പങ്കുവഹിക്കേണ്ടതല്ലേ. കേസരിയൊക്കെ ജീവിച്ചു പോയ മണ്ണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം ആനുഷംഗികമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഏകോപിതമായ നിലയിൽ ഈ കാര്യങ്ങൾ കേരള സംസ്ഥാനത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരും വർഷത്തേക്കുള്ള അക്കാദമിക് കലണ്ടർ അടക്കം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. രജിസ്ട്രാർമാർ, എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും രജിസ്ട്രാർമാരുടെ നേതൃത്വത്തിലാണ് ആ അക്കാദമിക് കലണ്ടർ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ മുതൽ
കുട്ടികൾ കോളേജ് വെടിഞ്ഞു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ പേരിൽ കൃത്യമായിട്ട് തയ്യാറാക്കാവുന്ന വിധത്തിലാണ്, എപ്പോൾ വേണമെങ്കിലും റെഡിലി അവൈലബിളായി ലഭിക്കാവുന്ന രീതിയിലാണ് ആ സോഫ്റ്റ്വെയർ വിഭാവനം ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ ഒരു ആക്റ്റീവായിട്ടുള്ള എൻവയൺമെൻറ്റിലേക്കാണ് കുട്ടികൾ വരേണ്ടത്. അതുപോലെ അവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാകണം. 133 ക്രെഡിറ്റുകൾ ആർജിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് 45 മണിക്കൂറുള്ള പഠനമാണ്. വെറും ഏകപക്ഷീയമായ അധ്യയനം മാത്രമല്ല, കുട്ടികൾ സ്വന്തമായിട്ട് ലൈബ്രറിയിലും ലാബിലും ചെലവഴിക്കുന്ന സമയമടക്കം അതിൽ ഉൾപ്പെടുന്നതാണ്. അത്തരം ആക്ടിവിറ്റീസാണ് കുട്ടികൾക്ക് പലപ്പോഴും താല്പര്യമുള്ളത്. ഞങ്ങൾ ചെന്നൈ IIT സന്ദർശിക്കാൻ വൈസ് ചാൻസലർമാരുടെ സംഘം, അതുപോലെ ഞാൻ ഉൾപ്പെടെ പോയപ്പോൾ അവിടുത്തെ ടിങ്കറിംഗ് സെല്ലിലാണ് കുട്ടികൾ ഏറ്റവും എൻജോയ് ചെയ്ത് പഠിക്കുന്നത്, അവരുടേതായ ആശയങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത്. ഈ ദിശയിൽ ഒട്ടേറെ പദ്ധതികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് കൂടി സ്വാഭിമാനം ഞാനിവിടെ അറിയിക്കട്ടെ. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ്, ഏൺ വൈൽ യു ലേൺ എന്നീ പദ്ധതികളൊക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നടപ്പാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അത് വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോളിടെക്നിക്കുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലുമൊക്കെ പുതിയ അന്വേഷണങ്ങളിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന നൂതന ആശയങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ 4 ഇയർ UG പ്രോഗ്രാം വിഭാവനം ചെയ്തിട്ടുള്ളത്. അനുസൃതമായ രീതിയിൽ എല്ലാ ക്യാമ്പസുകളിലും ഒരു ഇന്നവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് എൻവയൺമെൻറ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പോൾ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് KDISCിൽ നിന്ന് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ഒരു നൂതന ആശയം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിന് നൽകുന്നുണ്ട്. ഒരുപാട് സംരംഭങ്ങൾ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പുതുതായി സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതകളാണല്ലോ പഠിക്കുന്നത്, പെൺകുട്ടികളുടെ കലാലയമാണ്. അവർ VSAT എന്ന പേരുള്ള ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചു. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യാൻ സഹായകരമായ രീതിയിലാണ് ആ സാറ്റലൈറ്റ് വിന്യസിച്ചിട്ടുള്ളത്. ബഹിരാകാശത്ത് പ്രയാണം നടത്തിയപ്പോൾ വളരെ അഭിമാനമാണ് അത് ഉണ്ടാക്കിയത്. അതിനൊക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും അതുപോലെ KDISCിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ 31 ലക്ഷത്തോളം രൂപ ആ വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ നമുക്ക് സഹായിക്കാൻ സാധിച്ചു. ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന മറ്റൊരു സംരംഭം നമ്മുടെ യുവ എഞ്ചിനീയർമാരുടേതാണ്. അവരാണ് മാൻഹോളിൽ ഇറങ്ങി അഴുക്കുചാല് വൃത്തിയാക്കുമ്പോൾ ദുഷിച്ച വാതകങ്ങളൊക്കെ ശ്വസിച്ച് ശ്വാസം മുട്ടി മരിക്കുന്ന ആ ദയനീയ ജീവിതങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ കേട്ട് അവരൊരു റോബോട്ടിനെ തയ്യാറാക്കി, ബാൻഡിക്യൂട്ട് എന്ന് പേരിട്ടുകൊണ്ട്. ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മുടെ സർവകലാശാലകളിലും കോളേജുകളിലും ഒക്കെയുള്ള ഇൻക്യുബേറ്റേഴ്സിലൂടെ ഒരുപാട് നൂതന ആശയങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ സർഗാത്മക ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടമാണ് യൗവനം, അല്ലേ? മനുഷ്യ ജീവിതത്തിൽ ആ കാലത്ത് യങ്സ്റ്റേഴ്സിൻ്റെ മസ്തിഷ്കങ്ങളിൽ രൂപം കൊള്ളുന്ന ഏറ്റവും മികച്ച നൂതനാശയങ്ങളെ അടവച്ച് വിരിയിച്ച് അതിന് ചിറകു കൊടുത്ത് വൈജ്ഞാനിക ആകാശങ്ങളിലേക്ക് അവരെ പറത്തിവിടുക എന്നുള്ളതാണ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ. ഇന്നവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം, ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു അന്തരീക്ഷത്തിന് ഇന്ന് കേരള സംസ്ഥാനത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏജൻസികളുടെ ഏകോപനം സാധ്യമാക്കിയിട്ടുണ്ട്. കണക്ട് കരിയർ ടു ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായിട്ട് 400-ലേറെ ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്ററുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ള ആശയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ
അന്തർദേശീയ പ്രശസ്തിയുള്ള സോഹോ എന്ന IT കമ്പനി അതിൻ്റെ ഒരു IT പാർക്ക് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി കലാലയങ്ങളിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏൺ വൈൽ യു ലേൺ പഠിക്കുമ്പോൾ തന്നെ തൊഴിലാഭിമുഖ്യം വളർത്തുകയും തൊഴിലിലേക്ക് പോകാനുള്ള കർമ്മശേഷി വളർത്തുകയും ഒക്കെ ചെയ്യാവുന്ന വിധത്തിൽ ഏൺ വൈൽ യു ലേൺ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ഒരുക്കുന്ന സംവിധാനങ്ങൾ കലാലയങ്ങളോട് അനുബന്ധമായിട്ട് ഉരുത്തിരിഞ്ഞ് വരിക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ്, തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന സ്കിൽ എൻഹാൻസ്മെൻറ്റ് സെൻറ്റേഴ്സ് എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റിനും കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റിനും ഒക്കെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സെല്ല് എല്ലാ കലാലയങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് വികസിക്കപ്പെടും. അത് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഏത് തൊഴിലിലേക്കാണ് പോകാൻ കഴിയുന്നത് എന്ന നിലയിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ കഴിവുള്ള ഒരു കേന്ദ്രമായിട്ട് വികസിക്കും. സ്കില്ല് ഏറ്റവും നല്ല നിലയിൽ വ്യത്യസ്ത കാര്യങ്ങളിൽ നൽകാൻ കഴിയുന്ന ഏജൻസികളെ എംപാനൽ ചെയ്യാൻ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ജോലി നടന്നു വരികയാണ്. ഉടനെ തന്നെ ആ പാനൽ തയ്യാറാവും. അതുപോലെ തന്നെ തൊഴിൽ നൽകാൻ ഇന്റേൺഷിപ്പ് നൽകാൻ കെൽപ്പുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയും എംപാനൽ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വർഷം 133 ക്രെഡിറ്റ് ആർജിച്ച് വിദ്യാർത്ഥികൾ 4ാം വർഷം തുടരുമ്പോൾ പ്രധാനമായിട്ടും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഇന്റേൺഷിപ്പും ഒക്കെയാണ് അവർ ഏറ്റെടുക്കുക. പ്രായോഗിക പഠനമാണ്. അപ്പോൾ അതിന് പ്രാപ്തമായ സ്ഥാപനങ്ങളെ കൂടി നാം എംപാനൽ ചെയ്യും. കുട്ടികളുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ ഉൾച്ചേരുന്ന ഒരു സംഗതിയാണ് ഈ 4 ഇയർ UG പ്രോഗ്രാം. അതിൻ്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്ന വിധത്തിൽ ഈ സമൂഹത്തെ സംബന്ധിച്ച് സമഗ്രമായി അറിയാൻ സാധിക്കുന്ന ഭരണഘടനയെക്കുറിച്ചും അതുപോലെ പരിസ്ഥിതിയെക്കുറിച്ചും ജെൻഡർ അവബോധത്തെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ സമഗ്രമായി കാണാൻ കഴിയുന്ന ഫൗണ്ടേഷൻ കോഴ്സുകളും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മേജർ മൈനർ ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്ന നിലയിലാണ്. അതുപോലെ 4ാം വർഷം ഓണേഴ്സ് ഡിഗ്രി, ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ആശയം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ് ഈ പഠനത്തിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റാണ് അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ഓണേഴ്സ് വിത്ത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് റിസർച്ചിലേക്ക് PhDയിലേക്ക് നേരിട്ട് പോകാനുള്ള സാഹചര്യവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ബിരുദ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ റീസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള താല്പര്യങ്ങളുള്ള കുട്ടികൾക്ക് ആ വഴിയിലൂടെ പോകാനുള്ള കൂടുതൽ മികച്ച സാഹചര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ ഓണേഴ്സ് ഡിഗ്രി നേടി പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് PG 1ാം വർഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ലാറ്ററൽ എൻട്രി പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൽ സജഷൻസ് ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പസുകളുടെ അന്തരീക്ഷത്തെ നല്ല നിലയിൽ സ്വാധീനിക്കും എന്നാണ് കരുതുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടേതായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും നൂതനമായിട്ടുള്ള അറിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും കെൽപ്പുള്ളവർ. അവർ വെറും കൺസ്യൂമേഴ്സായിട്ട് മാറാതെ പ്രൊഡ്യൂസേഴ്സായിട്ട് കൂടി മാറുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒട്ടേറെ പ്രത്യേകതകൾ ഇപ്പോഴുണ്ട്. വിദ്യാർത്ഥി അധ്യാപക ശരാശരി 1:16 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ദേശീയ ശരാശരി 1:24. അതായത് നമ്മുടെ കേരളത്തിൽ 16 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകന്റെ സേവനം ലഭിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ശരാശരി 24 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ്. അതുപോലെ കേരളത്തിൽ 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 50 കോളേജ് എന്ന അനുപാതത്തിൽ
കലാലയങ്ങൾ ലഭ്യമാണ്. ദേശീയ ശരാശരി 31. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഒരുപാടാണ്, നമ്മളെ സംബന്ധിച്ച് കൂടുതലാണ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതുപോലെ നമ്മുടെ ഏറ്റവും ഉയർന്ന എൻറോൾമെൻറ്റ് നിരക്ക് കേരളത്തിലാണ്. 45% വിദ്യാർത്ഥികൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അതിനെ നമുക്ക് 75% എന്ന തലത്തിൽ ഉയർത്തണം എന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ഇതിനൊക്കെ സഹായകരമാകും ഈ മാറ്റമെന്ന് കരുതുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NEP നിർദ്ദേശിച്ചത് കൊണ്ട് എന്നല്ല അതിനെ കാണേണ്ടത്. NEP മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടുമുള്ള റെപ്യൂട്ടഡ് ആയ സർവകലാശാലകൾ 4 വർഷ ബിരുദം എന്നുള്ള സമീപനാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവർസീസ് കമ്പാറ്റബിലിറ്റി ഇന്ന് വളരെ പ്രസക്തമാണ്. കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അലമുറയിടേണ്ട കാര്യമൊന്നുമില്ല. ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. അതിർത്തി രേഖകളൊക്കെ അപ്രസക്തമാകുന്ന കാലം കൂടിയാണ്. അപ്പോൾ പോകാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ കാലത്തുള്ളതിനേക്കാൾ എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. എയർലൈൻസിൻ്റെ എണ്ണം തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. അവൈലബിലിറ്റി, യാത്രാക്ഷമത, മൊബിലിറ്റി, ലോണുകളുടെ അവൈലബിലിറ്റി ഇതൊക്കെ വർദ്ധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുകയൊക്കെ ചെയ്യും. പണ്ടും പോയിരുന്നു. അതിനെ തീർത്തും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും ആവില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ നമുക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമം നടത്തണം, അത് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നല്ല നിലയിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഈ NAC അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും ഒക്കെ കാണുന്നുണ്ട്. ടൈംസ് റാങ്കിങ്ങിൽ മഹാത്മാഗാന്ധി സർവകലാശാല രാജ്യത്ത് 3-ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്, അല്ലേ? ഏഷ്യയിലെ തന്നെ ഏറ്റവും 1-ാം സ്ഥാനത്തുള്ള യങ് യൂണിവേഴ്സിറ്റി ആയിട്ട് മഹാത്മാഗാന്ധി സർവകലാശാല ഇടം പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ കാണാതെ പോയിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ക്രെഡിറ്റ് ആർജിക്കാനും അത് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകിക്കൊണ്ട് കുട്ടികളുടെ പഠനത്തിൽ അവർക്കുള്ള ഏജൻഷ്യൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാറ്റത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങളും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ചില സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഡെവലപ്പ് ചെയ്യാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിന് ബജറ്റ് അലൊക്കേഷൻ അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ, ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വാളിറ്റി, കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്. ഇത്രയും കാര്യങ്ങൾ പുതിയ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നുള്ള നിലയ്ക്ക് വികസിപ്പിക്കാനാണ്. അത് നേരത്തെ തന്നെ ശ്യാമേനോൻ കമ്മീഷൻ ഇത് മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് ഈ ബജറ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ആ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് പ്രായോഗിക തലത്തിൽ ആവിഷ്കരിക്കുക എന്നുള്ളത് പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അതുപോലെ ഇന്റർ യൂണിവേഴ്സിറ്റി ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് സെൻറ്റേഴ്സ് എന്നുള്ള ആശയം സാക്ഷാത്കരിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഏറ്റവും പെട്ടെന്ന് അവതരിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബില്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. അനുമതി ലഭിക്കുകയാണെങ്കിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അത് അവതരിപ്പിക്കും. ഇതിനെ ഒരു നയമാറ്റം എന്ന നിലയിലൊക്കെ വ്യാഖ്യാനിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ലോകം തന്നെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കമ്മീഷനുകളൊക്കെ സൂക്ഷ്മമായ പഠനം നടത്തുമ്പോൾ തന്നെ കണ്ടെത്തിയ കാര്യം, കേരളത്തിൽ കൂടുതലായിട്ട് പ്രൈവറ്റ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യം മുതലേ ഉണ്ട്. എയ്ഡഡായും അൺഎയ്ഡഡായും ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതലായിട്ടുള്ളത്. 80% സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അവയിൽ പലതും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ളവയാണ്. അവയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും അക്കാദമിക ഗുണമേന്മയുടെ കാര്യത്തിലും യൂണിവേഴ്സിറ്റി നിലവാരത്തിലേക്ക് വളരാൻ കെൽപ്പുള്ളവയായിട്ട് ചിലതെങ്കിലുമുണ്ട്. അത് മാത്രമേ സ്വകാര്യ സർവകലാശാല ആക്കുന്ന സന്ദർഭത്തിൽ പരിഗണിക്കുകയുള്ളൂ.
അപ്പം നിർദ്ദിഷ്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് സർക്കാരിൻ്റെ സ്ട്രിക്റ്റായ റെഗുലേഷൻസോട് കൂടിയാണ് പ്രൈവറ്റ് സർവകലാശാല നമ്മൾ കേരളത്തിൽ അനുവദിക്കുകയുള്ളൂ. വന്നിട്ടില്ല, ബില്ല് പാസ്സായാലേ വരൂ. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രൈവറ്റ് സർവകലാശാല എന്ന ആശയത്തെ പൂർണ്ണമായും മാറ്റിവെക്കാൻ സാധിക്കില്ല. കുറെ കൂടി ലോക നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ കെൽപ്പുള്ള സ്ഥാപനങ്ങളായി ചിലതിനെയെങ്കിലും വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. അതുപോലെ കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജുകൾ, നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കോളേജുകളെ കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജുകളായിട്ട് ഉയർത്തി അവയ്ക്ക് കൂടുതൽ ഏകാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകാനും, ആ കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജുകൾ യൂണിവേഴ്സിറ്റികളോട് ചേർന്നാണ് നിൽക്കുക. ആ കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോളേജ് ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കോളേജ് അക്കാദമിക ഗുണമേന്മയുടെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുമൊക്കെ മുന്നിൽ നിൽക്കുന്ന നേട്ടങ്ങൾ ആർജിച്ചിട്ടുള്ള സുപ്രധാന കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കലാലയങ്ങളുടെ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുക. അപ്പോൾ റിസോഴ്സസും പങ്കുവയ്ക്കാൻ പറ്റും ഈ കോഴ്സ് ഷെയർ ചെയ്യുന്ന കാര്യത്തിലും. അതുപോലെ തങ്ങളുടെ എക്സ്പെർട്ടൈസ് മറ്റു കോളേജുകളിലേക്ക് ലഭ്യമാക്കാനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് സാധിക്കും. അപ്പോൾ കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജുകൾ അവയുടെ തന്നെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നൽകാനും നമുക്ക് സാധിക്കും. അങ്ങനെ കോൺസ്റ്റിറ്റ്യുവന്റ് കോളേജുകൾ എന്നുള്ള ആശയവും ഉടനെ നടപ്പാക്കും. അതുപോലെ വിദേശത്ത് നിന്ന് കൂടി വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കണം എന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് അന്താരാഷ്ട്ര ഹോസ്റ്റലുകൾ അടക്കം 1500 ഹോസ്റ്റൽ മുറികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കിഫ്ബി മുഖാന്തരം അന്തർദേശീയ ഹോസ്റ്റലുകൾ അടക്കം 1500 ഹോസ്റ്റൽ മുറികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അതുപോലെ റിസർച്ചിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിലെ മൂർത്തമായ പ്രശ്നങ്ങൾക്ക് മൂർത്തമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ചിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തികമായ അന്വേഷണങ്ങളെ പ്രായോഗികമായ പ്രൊഡക്ട്സിൻ്റെയോ പ്രോസസ്സിൻ്റെയോ സർവീസുകളുടെയോ രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്യുക, അതാണ് ട്രാൻസ്ലേഷണൽ റിസർച്ച്. അപ്പോൾ ആ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകളും എല്ലാ പ്രധാനപ്പെട്ട സർവകലാശാല ക്യാമ്പസുകളിലും സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും ചേർന്ന് ഗവേഷണ പാർക്കുകളും ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളും സ്ഥാപിക്കുന്നതിന് ഇപ്പം തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. വ്യവസായ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും യോജിച്ചുള്ള ആലോചനകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പൊതുവിൽ ഈ മാറ്റങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സാമൂഹ്യനീതിയിലും മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലുമൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യത ഉറപ്പാക്കുന്ന സമീപനമാണ് കേരളത്തിൽ നാം സ്വീകരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ അറിവന്വേഷണങ്ങളുടെ ആധാരശിലയായിട്ട് 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അതിപുരാതനമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരലാണ് സുപ്രധാനം എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുന്ന NEP-യുടെ ഒരു തുടർച്ചയല്ല കേരളത്തിലെ നമ്മുടെ നിലപാട് എന്ന് വീണ്ടും വീണ്ടും സ്പഷ്ടമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പഴയ കാലത്തിൽ അഭിരമിക്കുന്നതാണ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. തന്നെയല്ല വലിയ രീതിയിലുള്ള കേന്ദ്രീകരണമാണ്. റിസർച്ചിൻ്റെ വിഷയങ്ങൾ നിശ്ചയിക്കുന്നത് പോലും കേന്ദ്രീകരിച്ച ഒരു ബോഡിയുടെ നിർദ്ദേശാനുസരണമായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഠിതാവിൻ്റെ ജിജ്ഞാസയായിരിക്കണം അറിവന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള ആശയത്തിൽ നിന്നുള്ള വലിയ ഡീവിയേഷനാണ്. അംഗനവാടി മുതൽ റിസർച്ച് വരെയുള്ള പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള രാഷ്ട്രീയ ശിക്ഷാ ആയോഗിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് NEP നിർദ്ദേശിക്കുന്നതായ കാര്യം. ഓവർ സെൻട്രലൈസേഷനാണ്. അതുപോലെ ഞാനിവിടെ അതും കൂടി പരാമർശിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട പ്രത്യേക വിഭാഗങ്ങളെ സാമൂഹ്യ കേന്ദ്രത്തിലേക്കും
നേതൃനിരയിലേക്കുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ബോധപൂർവം നടപ്പാക്കുന്നതാണ് റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾ. അതൊന്നും ആവശ്യമില്ല എന്ന തരത്തിൽ അതിനെക്കുറിച്ച് കുറ്റകരമായിട്ടുള്ള മൗനമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ഏതൊരു വിദ്യാഭ്യാസ നയരേഖയിലും അത്തരം വിഭാഗങ്ങളെ, അരികുവൽകൃത വിഭാഗങ്ങളെ സെന്ററിലേക്ക്, അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ, അവരെ സാമൂഹ്യമായിട്ട് എംപവർ ചെയ്യാനുള്ള പ്രത്യേകമായ പദ്ധതികൾ വിശദീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ വളരെ കുറ്റകരമായ രീതിയിലുള്ള മൗനം അവലംബിച്ചുകൊണ്ട് ഇല്ലാതാക്കി കളയുന്ന ഒരു സമീപനമാണ് NEP-യിലുള്ളത്. നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ നിലയിലും സാമൂഹ്യ നീതി ഉറപ്പ് കൊടുത്തുകൊണ്ട് എല്ലാ വിഭാഗം കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉറപ്പാക്കണം എന്ന നിലയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുപോലെ സയന്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് അത് പ്രത്യേകമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ കേരള സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം അത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരള ചരിത്രവും കേരളീയ സംസ്കാരവും സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് നൽകുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയം എന്നുള്ളതിന് ഞാൻ അടിവരയിടുകയാണ്. നമ്മൾ ആധുനികോത്തര ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പിന്മടക്കം നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ആ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ നമുക്കത് കൊണ്ടുപോകണം. അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ വിമർശനാത്മകമായി കാണുന്നതിൽ തെറ്റില്ല, കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് നിർമ്മാണാത്മകമായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളതായിട്ടുള്ള ഒരു കാര്യം. നാട് നമ്മുടേതാണല്ലോ. എല്ലാവർക്കും ഈ ശില്പശാലയിൽ പങ്കെടുത്തതിന് ഊഷ്മളമായ അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.